അക്കൗണ്ട്സിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന 3 അക്കൗണ്ട്സ് ആണ്: ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇത് മൂന്നും ഒന്നിച്ച് പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. എന്തിനാണ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്? ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ട്രേഡിങ്ങിന്റെ റിസൾട്ടിനെ ഐഡന്റിഫൈ ചെയ്യാൻ. ഇതിനകത്ത് നമ്മൾ മെയിൻലി നമ്മൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ്. ഇതാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്തിനാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്? നെറ്റ് റിസൾട്ടിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിനകത്ത് നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട്സ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഫസ്റ്റ് വൺ ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ, ഒരു ബിസിനസ്സിന് ഗ്രോസ് പ്രോഫിറ്റ് ആണോ ആ ഇയറിൽ ഉണ്ടായത്, ഗ്രോസ് ലോസ് ആണോ ഉണ്ടായതെന്ന് അറിയാൻ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട്. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. തേർഡ് വൺ ബാലൻസ് ഷീറ്റ്. എന്തിനാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്? ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മളുടെ ഫിനാൻഷ്യൽ പൊസിഷൻ ഐഡന്റിഫൈ ചെയ്യാൻ. നമ്മളുടെ ഫിനാൻഷ്യൽ പൊസിഷൻ ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ 3 അക്കൗണ്ട്സുകളുടെ ഒന്നിച്ച് പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഫസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും നമുക്ക് ഒന്നിച്ച് തന്നെ പ്രിപ്പയർ ചെയ്യാം. അതിന്റെ ഫസ്റ്റ് എപ്പോഴും നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിരിക്കും. ദെൻ ഓപ്പണിംഗ് സ്റ്റോക്ക് കൊടുത്തതിന് ശേഷം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഇന്നർ കോളത്തിൽ കൊടുത്തു. എന്തിനാണ് ഇത് ഇന്നർ കോളത്തിൽ എമൗണ്ട് കൊടുത്തതെന്ന് വെച്ചാൽ നമുക്ക് റിട്ടേൺസ് ഉണ്ടെങ്കിൽ അതിനെ എപ്പോഴും ട്രേഡിംഗ് അക്കൗണ്ടിൽ ലെസ് ചെയ്തേ കാണിക്കാവൂ. ലെസ് റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ റിട്ടേൺസിനെ ലെസ് ചെയ്തിട്ട് അതിന്റെ എമൗണ്ട് വേണം ഔട്ടർ കോളത്തിൽ കൊടുക്കാൻ. അതിനുശേഷം ഓൾ ഡയറക്റ്റ് എക്സ്പെൻസ് നമുക്ക് ഇവിടെ കാണിക്കണം ട്രേഡിംഗ് അക്കൗണ്ടിൽ. കോമൺലി വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസ് എന്തൊക്കെയാ? കാരേജിംഗ് വേർഡ്സ്, wages, freight charges, fuel and power. ഇതുപോലെ കോമൺലി വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസിനെ എല്ലാം നമ്മൾ എവിടെയാണ് കാണിക്കുന്നത്? ട്രേഡിംഗ് അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്. ദെൻ ക്രെഡിറ്റ് സൈഡിലെ ഫസ്റ്റ് നമ്മൾ എപ്പോഴും എഴുതേണ്ടത് സെയിൽസ് ആയിരിക്കും. സെയിൽസിനെയും എന്തുകൊണ്ടാണ് ഇന്നർ കോളത്തിൽ കാണിച്ചത്? കാരണം റിട്ടേൺസ് ഉണ്ടെങ്കിൽ എപ്പോഴും ലെസ് റിട്ടേൺസ് കൊടുത്തിട്ട് മാത്രമേ നമ്മൾ ഔട്ടർ കോളത്തിലെ എമൗണ്ട് കാണിക്കാവൂ. റിട്ടേൺസ് ഇല്ലെങ്കിൽ നമ്മൾ അത് കാണിക്കേണ്ട കാര്യമില്ല. എന്നാൽ റിട്ടേൺസ് ഉണ്ടെങ്കിൽ അതിനെ എപ്പോഴും എന്ത് ചെയ്യണം? ലെസ് ചെയ്ത് മാത്രമേ കാണിക്കാവൂ. ദെൻ ക്രെഡിറ്റ് സൈഡിൽ അധികം വേറെ ട്രാൻസാക്ഷൻസ് ഒന്നും അധികം വരത്തില്ല. അതിനുശേഷം ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതാണ് ഒരു ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ഇതിൽ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ചെയ്തു പോകാം. ഫസ്റ്റ് ഇത് എന്ത് ചെയ്യണം? ടോട്ടൽ ചെയ്യണം. നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ രണ്ട് സൈഡും എങ്ങനെയാ ടാലി ആയിട്ട് വരുന്നത്? നമുക്ക് ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതലെങ്കിൽ നമ്മളുടെ ബിസിനസ് എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്, പ്രോഫിറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നേരെ തിരിച്ച് ഡെബിറ്റ് സൈഡിലാണെങ്കിൽ നമ്മൾക്ക് നഷ്ടമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നമുക്ക് ക്രെഡിറ്റ് സൈഡ് കൂടി നിൽക്കാൻ നോക്കണം. അതിനുശേഷം നമ്മൾ ഇത് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ ഈ സൈഡിലും ഗ്രോസ് ലോസ് ആണെങ്കിൽ നമ്മൾ ഈ സൈഡിലും കാണിക്കണം. ഇങ്ങനെ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ടാലി ആക്കണം.